ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മുയലൻകുട്ടമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങി കേട്ടോ. ഈ പ്രശ്നം നമ്മൾ അത്രയും ലീവൊന്നും എടുത്തില്ല. തിങ്കളാഴ്ച ഒറ്റ ലീവ് എടുത്തുള്ളൂ. അതിന് കാരണമുണ്ട്. നമുക്ക് വർക്ക് വരുന്നത് ഈ ബാംഗ്ലൂരാണ്. ചൊവ്വാഴ്ച രാത്രി തന്നെ ബാംഗ്ലൂർ പോകണമെന്നുള്ളതുകൊണ്ട് ചാടി ഇറങ്ങി. ബസ് നമ്മുടെ സൂര്യ കണക്റ്റിൻ്റെ ബസ്സാട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. 9 മണിക്ക് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. 9:10 പറഞ്ഞേക്കുന്നത്. എന്നാലും അവന്മാർ 9 മണിക്ക് തന്നെ എത്തി. സംഭവം അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിൽ ലക്ഷറി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അല്ല, ഇതിന് കാരണമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ടൈപ്പിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. സാധാരണ ഇരുന്ന് നിന്നൊക്കെ പോകാറ്. ഇത് അടിപൊളി, ഒന്നും പറയാനില്ല. എന്താ ഒരു ഫീല്, ഫുള്ള് വൈബായിരുന്നു. ആകെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം നിർത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം നിർത്തിയപ്പോൾ ബാംഗ്ലൂർ ചെന്നു. മടിവാള ചെന്ന് ഇറങ്ങിയത് എൻ്റെ പൊന്നെ വലിയൊരു ജനക്കൂട്ടം. ഞാൻ കരുതി ഞാൻ ഇത്ര പെട്ടെന്ന് ഫേമസ് ആയോ എന്ന്. ബാഗിനെ മുറുക്കം പിടിച്ചിട്ടുണ്ടെങ്കിലും ബാഗോട് കൂടി പൊക്കിയെടുത്ത് ഓട്ടോയിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പറയും വാ പോകാമെന്ന്. ഓട്ടോക്കാരാണ് കേട്ടോ. എങ്ങോട്ടാ കയറിക്കോ എന്ന് ചോദിച്ചു. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പോലും സമയം തരുന്നില്ല. നമ്മുടെ റേറ്റ് വെച്ച് വെച്ചപ്പോൾ പറഞ്ഞു കിലോമീറ്റർ 36-37 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. 16-17 കിലോമീറ്റർ ആട്ടോ നമുക്കിനി ഒരു മുന്നോട്ട് പോകാനുള്ളത്. 600 രൂപ സംതിങ്ങാണ് പറഞ്ഞത്. കുഴപ്പമില്ലാന്ന് തോന്നി. എന്നാലും വെറുതെ യൂബറിലൊന്ന് അടിച്ചു നോക്കുമ്പോൾ എന്താ 315 രൂപയ്ക്ക് അതേ സ്പോട്ടിലേക്ക് നമ്മളെ യൂബറിൽ കൊണ്ടെത്തിക്കാൻ പോകും. പിന്നെ അവർ നൈസായിട്ട് മാറ്റി എടുത്തിട്ട് യൂബർ ബുക്ക് ചെയ്തു. പിന്നെ യൂബറിലായി നമ്മുടെ യാത്ര. ഒരു ഏരിയയിലേക്ക് വണ്ടി അങ്ങ് ചെന്നുണ്ടല്ലോ, ഫുള്ള് വഴി നീള പൂക്കച്ചവടമാണ് കേട്ടോ. പല തരത്തിലുള്ള പൂക്കൾ. എന്താ ഭംഗി. ആ യൂബറിൽ നിന്നിറങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബാംഗ്ലൂരിലെ തെരുവുകളിലൂടെ ഇങ്ങനെ ഒരു അനാഥ ബാലിനെ പോലെ അലയേണ്ടി വരുമെന്ന്. നമുക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലത്തുണ്ടല്ലോ, റൂമൊന്നും അങ്ങനെ കിട്ടുന്നൊരു ഏരിയ അല്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ അലയേണ്ട വന്നു. പക്ഷേ അലച്ചിലൊന്നും അങ്ങനെ വെറുതെ അല്ല കേട്ടോ. നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. തമിഴ്നാട് ബാംഗ്ലൂർ പോലുള്ള ഏരിയയിൽ ഇങ്ങനെ രാവിലെ പുലർക്കാലെ പോകുമ്പം നല്ല നല്ല കാഴ്ചകൾ കിട്ടും. കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ ക്ലൈമറ്റ് ഒരു തണുപ്പായതുകൊണ്ട് സുഖമായിരുന്നു. കാഴ്ച കാണിക്കാം കേട്ടോ. ഇത് നോക്കിയേ. അങ്ങനെ ലാസ്റ്റ് നല്ല വൃത്തിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു റൂം കിട്ടി കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.